നമുക്ക് ഇന്നൊരു പത്തിലത്തോരനുണ്ടാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചേനയില, ചേമ്പില, മത്തയില, കുമ്പളവില, ചീരയില, സാമ്പാർ ചീരയില, തകരയില, പാവലിൻ്റെ ഇല, പയറില, കോവലിൻ്റെ ഇല ഇത്രയുമാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ കഴുകി വെള്ളം തോരുമ്പോൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇലകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് കർക്കിടകം. കർക്കിടകത്തിൽ ഇലക്കറികൾ കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ 10 ഇലകൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഇലകൾ അത്രയും ഉപയോഗിച്ച് ഇതുപോലെ തോരനുണ്ടാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. 5 വെളുത്തുള്ളി അല്ലിയും മീഡിയം സൈസ് അരമുറി തേങ്ങ തിരുമിയതും, 1 പച്ചമുളകും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് കൂടി ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 10 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലോട്ടിടാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 5 മിനിറ്റായി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇലകളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ച അരപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കാം. ഇതുപോലുള്ള കർക്കിടക വിഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം. കർക്കിടക കഞ്ഞിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. ആരോഗ്യസമ്പുഷ്ടമായ നമ്മുടെ പത്തിലത്തോരൻ തയ്യാറായിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.